ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എഡേറ്റ് ഐഷാസ് ഹോം ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കോളേജൊക്കെ വിട്ടതിന് ശേഷം ഐഷൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ആയപ്പോഴേ നമ്മൾ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഐഷൻ്റെ സ്പെഷ്യൽ പാസ്തയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവൾ തന്നെ എനിക്ക് വേണ്ടി കുക്ക് ചെയ്തതെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് കുടിച്ചു. അതിന് ശേഷം നമ്മളിത് റെഡി ആയിട്ടോ. അപ്പോൾ കാട്ടിലപ്പള്ളിയിലെ ഉറൂസാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആയിഷയുണ്ട്, അവൾ അനിയത്തി, ഉമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കാട്ടിലപ്പള്ളിയിലെ ഉറൂസിന് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കാമൊക്കെ മാഷാല നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ചന്ത ഐറ്റംസ് ഉണ്ടായിരുന്നു. ഡ്രസ്സ്, ഫാൻസി ഐറ്റംസ്, ഫുഡാണ് കേട്ടോ മെയിനായിട്ട് കുറേ ഉണ്ടായത്. പിന്നെ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഫാൻസി ആയിട്ടുള്ളിടത്താണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ എന്താ പറയുക, നൊസ്റ്റോ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെന്നിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാം മേടിക്കാൻ തോന്നും. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ നോക്കായിരുന്നു. അങ്ങനെ നമ്മൾ റൈഡിലെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകാശത്തോണിയിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ പറയുക, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്താ പറയുക ആകാശത്തോണി എന്ന് പറയുന്നത്. നമ്മൾ കയറിയായിരുന്നു കേട്ടോ. മേലോട്ടേക്ക് പോയിട്ട് താഴോട്ടേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. ഞാൻ വീട് തന്നെ വിചാരിച്ചിന്, അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാ. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 പേരാട്ടാണ് കയറിയത്. അങ്ങനെ റൈഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതാ നമ്മൾ 2 ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ആയിട്ട് ഐസ്ക്രീമൊക്കെ കുടിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഫ്ലേവറൊക്കെ നോക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഐസ്ക്രീമും പിന്നെ ലൊട്ടക്കച്ചായിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ എന്താ പറയുക, അതൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത സ്പോട്ട് പിടിച്ചു, മുളക് ബജിയും ഗോബി മഞ്ചൂരി കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ ഞാനിതൊന്നും കഴിച്ചില്ല കേട്ടോ, കാരണം എനിക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ അവരൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിതാ ചത്തിക്കുടി കുടിക്കാൻ പോയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും റൈഡ് കിടക്കുന്നിടത്ത് വന്ന് ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് പോയി. അപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഒരുപാട് ചന്തയുണ്ട് കേട്ടോ, എന്താ പറയുക, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചെത്തി ഐസ് കുടിക്കാൻ പോയി. ഇതിന് വേറെ എന്തെങ്കിലും നിങ്ങൾ പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ മെയിനായിട്ട് ചെത്തിക്കുടി എന്നാണ് പറയാറ്. പിന്നെ ചെത്തി ഐസ് എന്നും പറയും, വേറെ എന്തൊക്കെയോ പേര് പറയുന്ന അടുത്തുണ്ട്. പിന്നെ ഇത് രണ്ടും റിസൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഒന്ന് നിഹാൽ, ഒന്ന് ഫർഹാൻ. റിസ എന്ന് പറയുന്നത് ആയിഷൻ്റെ അനിയത്തിയാണ്. അങ്ങനെ നമ്മൾ ഉറൂസൊക്കെ അടിപൊളിയാക്കി അവിടുന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെ കണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതാ നേരെ തിരിച്ച് ആയിഷൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ഫ്രഷായി. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റ് വിയറിൻ്റെ മുകളിലാണ് സ്വെറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ആയിഷ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത് വരച്ചിരിക്കുകയാണ്, എ സിയൊക്കെ ഇട്ടിട്ട്. എന്താ പറയുക, മണാലി പോയ ഫീലൊക്കെ ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തണുത്ത് വരച്ചിട്ടാണ് ഉറങ്ങുകയും ചെയ്തത്. ആണെങ്കിൽ എഴുന്നേറ്റു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കഴിവാട്ടിയതും നുറുക്കൊക്കെ കഴിച്ച് കുറച്ച് സമയം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. ഫുഡൊക്കെ എനിക്ക് ആയിഷ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. എന്താ പറയുക, എല്ലാ ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടായി കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് കുക്ക് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈവൻ ചായ പോലും നല്ല അടിപൊളി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നെ. അതിന് ശേഷം നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിരുന്നു. നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. ചോറും നാരങ്ങച്ചാറ്, ക്യാബേജ് വറവ്, മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നു. ചായ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ റൊട്ടി വാട്ടിയത് നുറുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് കുടിച്ചു. എന്താ പറയുക, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഡേ ആയിരുന്നു. എന്താ പറയുക, അവൾ എന്നെ നല്ല അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തു. അങ്ങനെ ഇതാ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.